ഹലോ, ബാർബിക്യൂ പോകാൻ നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് അല്ലേ ഇപ്പം. അപ്പോൾ ഒരു ബാർബിക്യൂവിന് പോകുമ്പോൾ എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. ദുബായിൽ തന്നെ ബാർബിക്യൂ പോകാനായിട്ട് ഒരുപാട് പാർക്കുകളുണ്ടെങ്കിലും മുഷ്രിഫ് പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ ഒരാൾക്ക് 3 ദിറംസ് വെച്ചിട്ടാണ് എൻട്രി ഫീ ഉള്ളത്. പക്ഷേ കാറിൽ പോവുകയാണെങ്കിൽ പെർ കാർ 10 ദിറംസ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതവിടെ തന്നെ ഇവർ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാർഡായിട്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. മുഷ്രിഫ് പാർക്ക് ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ബാർബിക്യൂ ചെയ്യുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്രിൽ സെറ്റിലേക്ക് ഇതുപോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കരി അല്ലെങ്കിൽ ചാർക്കോൾ എല്ലാം ഇട്ടതിന് ശേഷം ചാർക്കോളിലേക്ക് ഡയറക്റ്റ്ലി തീ പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ക്യാംഫർ അല്ലെങ്കിൽ കൽപ്പൂരം പോലത്തെ ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്കായിരിക്കും തീ പകരുന്നത്. നമ്മളൊരു ഇതുപോലത്തെ ഒരു ഏകദേശം 12 കട്ടയും ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കനലിലേക്കെല്ലാം പെട്ടെന്ന് തീ പിടിക്കാനായിട്ട് ഇതുപോലെ ഒരു ചാർക്കോൾ ലൈറ്റർ ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മളുടെ മണ്ണെണ്ണയുടെ സ്മെല്ലായിരുന്നു. ചാർക്കോളിലേക്ക് ഡയറക്റ്റ്ലി തീ പിടിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ കൽപ്പൂരത്തിലേക്കാണ് നമ്മൾ തീ പകരുന്നത്. പിന്നെ അതുപോലെ ടോങ്സ് എല്ലാം വെച്ച് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് ഇതെല്ലാത്തിലേക്കും തീ പകരുന്നത്. ഈ കറുത്ത നിറത്തിലുള്ള ചാർക്കോൾ അത് കത്തി എരിഞ്ഞ് കനലായി ഗ്രേ കളർ ആകുമ്പോഴേക്കുമാണ് നമുക്ക് ചാർക്കോൾ യൂസ് ചെയ്യാൻ പാകത്തിനാവുന്നത്. തീ കൊണ്ടുള്ള കളിയായതുകൊണ്ട് ഇതെല്ലാം അദ്ദേഹം തന്നെയാണ് ഒരുക്കിയത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള നല്ലൊരു സ്പോട്ടും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്പോട്ട് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണിക്കെങ്കിലും അവിടെ എത്തുന്നതായിരിക്കും നല്ലത്. ചാർക്കോൾ സെറ്റായിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഫ്ലാസ്കിൽ ഇതുപോലെ ചായയോ കാപ്പിയോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കുടിക്കാം. ഇനി അതല്ല പാലായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലെ ഫ്രഷ് കാപ്പി അവിടെ തന്നെ ലൈവായിട്ട് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. മക്കൾക്ക് വേണ്ടി കുറച്ച് ജ്യൂസും ചിപ്സും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഉഷാറായി. ചാർക്കോളൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതുപോലെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് തുടങ്ങി. ചിക്കനും പ്രോൺസും പനീറും പിന്നെ കുറച്ച് വെജിറ്റബിൾസായി തക്കാളി, സവാള, ക്യാപ്സിക്കം ഇതൊക്കെയാണ് ഞങ്ങൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ഡ്രൈ ആയി പോവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടി തുടങ്ങി. മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എമർജൻസി ലാമ്പാണ്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നല്ലോണം ഇരുട്ടിയിട്ടുണ്ടാവും. ഗ്രില്ല് ചെയ്തതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് കുബൂസും ഹുമ്മൂസും ഗാർലിക് സോസും വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു അടിപൊളി ഡിന്നറായിരുന്നു. ഇതുപോലൊരു കുഞ്ഞ് ടേബിളിലാണ് ഞങ്ങൾ ലൈറ്റ്സ് വെച്ചിരുന്നത് കൊണ്ട് അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഗാർബേജ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ എളുപ്പമായി, വേസ്റ്റ് കളയാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ള കോളും അതും പ്രോപ്പറായിട്ട് തന്നെ അവിടെ ഡിസ്പോസ് ചെയ്യുക. ഏകദേശം ഒരു 3:30 എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും തിരിച്ചു പോകുമ്പോഴേക്കും 8 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക്.